എൻ്റെ പേര് റീന. ഞാൻ ഇരിഞ്ഞാലക്കുടന്ന് വരുന്നു. ഇതെൻ്റെ ചേട്ടൻ, ആങ്ങള, പിന്നെ ചേട്ടത്തിയമ്മ. ചേട്ടൻ്റെ വീട് ചിറ്റിശ്ശേരിയിലാണ്. ചേട്ടന് കിഡ്നിക്ക് ട്യൂമറായിട്ട് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയായി. ചേട്ടനെ കൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, മാരകമായതൊന്നും ഉണ്ടാവില്ല, കിഡ്നി റിമൂവ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞു റിമൂവ് ചെയ്യേണ്ടതൊന്നും വരില്ല, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് വൈകിട്ടായിരുന്നു സർജറി. ആ സമയത്ത് ഞാനും എൻ്റെ ചേച്ചിമാരും ലൈവായിട്ട് ദിവ്യകാരുണ്യ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ മകൻ വിളിച്ച് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ആൻറ്റി, അപ്പച്ചൻ്റെ സർജറി കഴിഞ്ഞു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ചേട്ടൻ പറയണത് കിഡ്നി റിമൂവ് ചെയ്തില്ല, ട്യൂമർ മാത്രമേ എടുത്തുള്ളൂ, അത് ബയോപ്സിക്ക് അയച്ചു എന്ന് പറഞ്ഞു. ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ യാതൊരു മാരകമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യേശുവേ നന്ദി, യേശുവേ ആരാധന. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകന് 1 വർഷമായി ഷിപ്പിൻ്റെ കോഴ്സ് കഴിഞ്ഞ് അവൻ വീട്ടിൽ വെറുതെ നിന്ന് ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര നിരാശയായി. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ നല്ലൊരു കുമ്പസാരം നടത്തി. കുമ്പസാരിച്ച് 3-ാം ദിവസം അവന് ഷിപ്പിൽ ജോലി കിട്ടി, ദൈവം അനുഗ്രഹിച്ചു. 3-ാമത്തെ സാക്ഷ്യം എൻ്റെ മകന് 2 ആഴ്ചയ്ക്ക് മുൻപ്, ഈ ഷിപ്പിൽ പോയിട്ട് ഇപ്പോൾ 3 മാസമായി, 2 ആഴ്ചയ്ക്ക് മുന്നേ അവന് ബ്ലഡിൽ വേരിയേഷൻ കാണുകയും പിന്നെ പ്ലേറ്റ്ലേറ്റ് ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ കൂട്ടക്കരച്ചിലായി. അതിന് മുന്നേ എൻ്റെ ആങ്ങള ഇതേപോലെ പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞ് ബ്ലഡ് ക്യാൻസറായിട്ട് മരിച്ചിട്ട് 1 വർഷം തികയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പേടി ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും അവൻ്റെ അപ്പച്ചനും പെങ്ങളുകുട്ടിയും എല്ലാവരും കൂടി ദിവ്യകാരുണ്യത്തിൽ നന്നായി പ്രാർത്ഥിച്ചു. വെളുപ്പാങ്കാലം 2 മണി വരെ ഞാൻ കരുണക്കൊന്ത മുട്ടുമ്പോൾ നിന്ന് എത്തിച്ചു. അതിൻ്റെ പിന്നാലെ നേരം വെളുക്കാൻ കാത്തിരുന്ന് 5:30 ആയപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച വഴിക്ക് എനിക്ക് അച്ഛനെ കിട്ടി. അപ്പം അച്ഛൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവന് കുഴപ്പമൊന്നും വരില്ല, യാതൊരു പേടിയും വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അവൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, അവന് ഫുഡിൻ്റെ കുഴപ്പം, അവിടുത്തെ ഫുഡ് പറ്റാണ്ടും ഉപ്പ് കാറ്റടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ വേരിയേഷനൊക്കെ കണ്ടത്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, മാരകമായിട്ടൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ ആരാധന. പിന്നെ ഒരു സാക്ഷ്യം, എൻ്റെ ആങ്ങളെ മരിക്കണേക്കാളും ജൂൺ 8-ാം തീയതി 2023 ജൂൺ 8-ാം തീയതി തൊട്ടാണ് ഞാൻ ഈ ദിവ്യകാരുണ്യ ആരാധന കൂടിയത്. എൻ്റെ ചേച്ചിയാണ് ഇതിൻ്റെ ലിങ്ക് തന്നത്. ആ സമയത്ത് എൻ്റെ ആങ്ങളയ്ക്ക് തീരെ വയ്യായിരുന്നു. ആങ്ങള എൻ്റെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് ഞാൻ TV കൂടെ ആങ്ങളയ്ക്ക് ദിവ്യകാരുണ്യ ആരാധന കാണിച്ചു കൊടുത്തു. ആങ്ങള ധ്യാനം എന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു. എന്നിട്ട് ഈ ദിവ്യകാരുണ്യ ആരാധന കൂടി 3-ാം ദിവസം ആങ്ങളെ വാശി പിടിച്ചു. തീരെ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. വാശി പിടിച്ച് പറഞ്ഞു എനിക്ക് ദിവ്യകാരുണ്യ ആരാധന നേരിട്ട് കൂടണം എന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന് പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ആരാധന കൂടി പിറ്റേ ദിവസം അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അച്ഛനെ കണ്ട് നല്ലൊരു കുമ്പസാരം നടത്തി. അത് കഴിഞ്ഞ് ദിവ്യകാരുണ്യം സ്വീകരിച്ചു. പിന്നെ എല്ലാ കുദാശകളും സ്വീകരിച്ചിട്ട് ഈശോയുടെ അടുത്തേക്ക് എൻ്റെ ആങ്ങളെ നല്ല മനസ്സോടുകൂടിയാണ് പോയത്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ദിവ്യകാരുണ്യനാഥനും പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട കാനാട്ടച്ചനും ഇവിടുത്തെ ടീം അംഗങ്ങൾക്കും 1000 നന്ദി പറയുന്നു.